എല്ലാ മണ്ഡലങ്ങളും ജയിച്ചതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോൾ തോറ്റതിൽ സന്തോഷം തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയും ഒരു മണ്ഡലവും ഉണ്ടെനിക്ക്. അത് വേറൊന്നുമല്ല, നമ്മുടെ കമൽനാഥ് സാറിൻ്റെ ചിന്തുവാര എന്ന് പറയുന്ന മണ്ഡലമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ പരാജയപ്പെട്ടു. എത്രയോ നാളുകളായി വ്യത്യസ്തങ്ങളായ അഭ്യാസങ്ങളുമായി കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായിട്ടൊരു ബന്ധവുമില്ലാതെ നടത്തുന്ന എല്ലാ കളികൾക്കും അതോടുകൂടി തിരശ്ശീല വീഴുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മധ്യപ്രദേശ് എന്ന് പറയുന്നത് യു പിയും ഗുജറാത്തും ഒക്കെ പിന്നീട് മോദി പ്രഭാവത്തിൽ BJPയിലേക്ക് അടുത്തുവെങ്കിലും യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒരു ആസ്ഥാന സംസ്ഥാനമെന്ന് പറയുന്നത് മധ്യപ്രദേശായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ വരുന്നതിന് മുമ്പ് സുന്ദർലാൽ പട്വയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് BJP ഭരിച്ചിരുന്നു. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെയും യു പിയിലും പരിസര പ്രദേശങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് മധ്യപ്രദേശിലായിരുന്നു. ആ ഒഴുക്കിനും ഓളത്തിലും നിന്ന് അവരോടൊപ്പം വർത്തമാനം പറഞ്ഞ് അതിൻ്റെ ഭാഗമായി കല്ല് കൊടുത്തുവിട്ട് ബാക്കി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഇന്ത്യയിലെ ഏക കോൺഗ്രസ് നേതാവായിരുന്നു കമൽനാഥ്. അദ്ദേഹം ആരെയും ആ സംസ്ഥാനത്തേക്ക് അടുപ്പിക്കുകയോ അത്തരം കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പോലും പരിചയസമ്പത്തില്ലെന്നും അവരെക്കാളുമൊക്കെ വളരെ ബഹുമിടുക്കനാണെന്നുമാണ് അതിയാൻ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വലിയ സമ്പന്നനാണ്. രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു. ഇന്ദിരാഗാന്ധി 3 ആൺമക്കൾ എന്ന് എണ്ണി പറഞ്ഞത് 1 സഞ്ജയ് ഗാന്ധിയെയും 2 രാജീവ് ഗാന്ധിയെയും 3 കമൽനാഥിനെയുമാണ്. അദ്ദേഹം ആ വീടിൻ്റെ സ്വന്തക്കാരനായിരുന്നു. ദീർഘനാൾ കേന്ദ്രമന്ത്രിയായിരുന്നു. എല്ലാം കഴിഞ്ഞാണ് സംസ്ഥാനത്തേക്ക് അയച്ചത്. സംസ്ഥാനത്ത് ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം മധ്യപ്രദേശിൻ്റെ PCCയുടെ അധ്യക്ഷനുമായി, പാർലമെൻ്ററി പാർട്ടി ലീഡറായി, മുഖ്യമന്ത്രിയുമായി. ആ PCC അധ്യക്ഷ സ്ഥാനം പോലും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആ മോനും അധികാരക്കൊതിയൊന്നും ഇല്ലാത്ത ആളാണെന്നല്ല എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു സമവായത്തിന് അത് കൊണ്ടുപോകാൻ തയ്യാറേ ആയിരുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹമാണ് സ്വയം അവിടെ തീരുമാനമെടുത്തത്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഒക്കെ നിശ്ചയിക്കുന്നതിൻ്റെ എല്ലാ അവകാശവും ഒരു പ്രമാണി എന്നുള്ള നിലയിൽ രാജീവ് ഗാന്ധിയുടെ സഹോദരനായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകനായി പരിഗണിച്ചിരുന്നു എന്ന ഒരു സംഗതിയിലൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. ആ നടത്തിയതിൽ അമ്പേ പരാജയപ്പെടുകയും മുഴുവൻ സീറ്റുകളിൽ പരാജയപ്പെടുകയും മോനെ മാത്രം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനും അദാനി സാറുമൊക്കെയായി ബന്ധമുള്ളതുകൊണ്ടും സമ്പന്നനായതുകൊണ്ടും ആഢ്യത്വമുള്ള ആളായതുകൊണ്ടും BJP അദ്ദേഹത്തെ മറിക്കില്ലെന്നൊക്കെയാണ് കരുതിയത്. ആ ഉറപ്പിലായിരുന്നു അദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മേൽ പയറ്റ് നടത്തിയത്. മാറാൻ ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും അണുവിട മാറാതെ ഒടുവിൽ അദ്ദേഹം കുറച്ച് MLA കൊണ്ട് പാർട്ടി മാറി. അതോടുകൂടി രാജിവെക്കേണ്ടി വന്നു. പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പായി BJPയേക്കാൾ കടുത്ത രീതിയിൽ ഈ രാമക്ഷേത്ര വികാരം ആളിക്കത്തിച്ച് അതിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്നാണ് പോരാടേണ്ടത്. ചിലപ്പോൾ വിജയിക്കാൻ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും, അധികാരമില്ലാതെ ഒരു 1/4 നൂറ്റാണ്ടൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വന്നേക്കും. എന്നാൽ അതിനോടൊപ്പം ഇദ്ദേഹം കൂടിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും തീവ്രമായ ഭാഷയിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ മറുവശത്ത് ആൾ നിൽക്കുമ്പോൾ മൃദുഹിന്ദുത്വം സ്വീകരിക്കുന്നതുകൊണ്ട് കമൽനാഥൻ എന്ത് കിട്ടാനാണ്? ഒടുവിൽ എല്ലാവരും കൂടി കൈവിട്ട് ഷെഡിൽ കയറിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മകനെയും കൊണ്ടുവന്ന് മകൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കോൺഗ്രസ് MP എന്നുള്ളതൊക്കെ മാറ്റി ഡൽഹിയിൽ വന്ന് ഒരു ചർച്ചയൊക്കെ നടത്തി അതിലേക്ക് കയറാനൊരു ശ്രമം നടത്തിയായിരുന്നത്രേ. അപ്പോൾ ഞാൻ ചില മാധ്യമപ്രവർത്തകരിൽ നിന്ന് അറിഞ്ഞത് സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് വളരെ വൈകാരികമായി സംസാരിച്ചത്രേ. എന്നുവെച്ചാൽ ആ കുടുംബവുമായുള്ള ബന്ധവും അവർ വരുമ്പോൾ ഇന്ദിരാഗാന്ധി കമൽനാഥിനെ കണ്ടിരുന്ന കാര്യവുമൊക്കെ കേട്ട് അല്പമൊന്ന് പിൻവലിഞ്ഞതാണ്. എന്നിട്ട് മകനെ അവിടെ നിർത്തി. ചാന്തുവാര അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമണ്ഡലമായിരുന്നു. അദ്ദേഹമല്ലാതെ ആരും ജയിച്ചിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ മകൻ അച്ഛനേക്കാൾ കേമനായതുകൊണ്ട് കിട്ടിയ 5 വർഷം എല്ലാവരെയും വെറുപ്പിക്കുന്നതിൽ മിടുക്കനായി എന്ന് ഇലക്ഷന് മുമ്പേ കേട്ടിരുന്നു. അത് ശരിവെക്കുന്നതായി ഫലം. മകൻ തോറ്റമ്പി. ഇനിയിപ്പോൾ അവിടെ ആരും എടുക്കാൻ തയ്യാറാവുകയുമില്ല, ചെന്നിട്ട് കാര്യവുമില്ല. ഇവിടെ നിന്നാകട്ടെ
പോകുന്നതിന് വലിയ മനസ്സും ഇനി ഉണ്ടാവില്ല. കാരണം ഇവിടെ അല്പം ശക്തിയും ബലവുമൊക്കെ തോന്നിയതുകൊണ്ട്. അങ്ങനെ ഒരാൾ തോറ്റതിൽ അഭിമാനിക്കുന്നത് ചാന്ദ്വാരയാണ് ഞാൻ.